ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇടതുപക്ഷമൊന്നും ശബരിമല ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയെന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്യുന്നത്. നമസ്കാരം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ CPM ആ പരാജയത്തിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഒരു പാട്ടാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം മുഴുവൻ ഊറ്റിയെ സ്വർണം പാളി ചെമ്പാക്കി മാറ്റിയെ എന്നൊക്കെയുള്ള പരാമർശങ്ങളിലുള്ള തമിഴ് പാട്ടുകാരനായ വീരമണി പാടി ഹിറ്റാക്കിയ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിന്റെ ഈണം കടം കൊണ്ടുകൊണ്ട് GP കുഞ്ഞബ്ദുള്ള എഴുതിയ പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ പാരഡി ഗാനമാണ് ഇടതുപക്ഷത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാലനായി മാറിയത്, ഇടതുപക്ഷത്തെ മുച്ചൂട് മുടിച്ചത്, തകിടം മറിച്ചത്, തറപറ്റിച്ചത് എന്നാണ് ഇപ്പോൾ CPM കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പാട്ട് ഏത് വിധേനയും നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ സർവത്ര നേതാക്കളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന കാരണം ഈ പാട്ടിൽ മതവിദ്വേഷമുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ വികാരമായ അയ്യപ്പന്റെ നാമം ഈ പാട്ടിൽ ഉപയോഗിച്ചു, അയ്യപ്പനെ വികലമാക്കി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ പാട്ട് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോയിരിക്കുന്നു. DGP റവദ ചന്ദ്രശേഖരനും പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നട്ടപ്പാതിരയ്ക്ക് പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് പോലീസിന്റെ കാവലിൽ പിണറായി വിജയന്റെ പോലീസ് കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിപ്പിച്ചത് ഹൈന്ദവ വിശ്വാസികളായ അയ്യപ്പ ഭക്തരായ ആളുകളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയില്ലേ എന്നുള്ളത് CPM-കാർ ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് സ്പീക്കർ ഷംസീർ പണ്ട് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുന്നത്തുനാട് MLA ആയ ശ്രീനിജൻ സംഘടിപ്പിച്ച വിദ്യാജ്യോതി പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സ്പീക്കർ ഷംസീർ സംസാരിച്ചത്. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയാണ്, ഗണപതി മിത്താണ് എന്നൊക്കെ തരത്തിലാണ് അന്ന് ഷംസീർ പ്രസംഗിച്ചത്. ഇതും ഹൈന്ദവ വിഭാഗത്തിന്റെ ഗണപതി ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ CPM-ന്റെ ഈ പരാജയ കാരണമായ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM രംഗത്ത് വന്നിരിക്കുന്നതിനെതിരെ ഉണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും ഏറെയാണ്. ഇതിനെതിരെ ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഈ പാട്ട് ഞങ്ങളുടെ വികാരത്തെ ഒരിക്കലും വ്രണപ്പെടുത്തുന്നില്ല, മറിച്ച് ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയ ആളുകളുടെ വികാരത്തെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ പൊള്ളിക്കുന്നത്. അവരാണ് ഈ പാട്ടിനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ എന്തിനാണ് ഈ പാട്ട് നിരോധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയല്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു, ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ല, അതുകൊണ്ടാണല്ലോ കേന്ദ്രം നിരോധിച്ച സിനിമകൾ ഇപ്പോൾ ഫെസ്റ്റിവലിൽ കാണിക്കണം എന്ന് ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും ഗണപതി ഭഗവാനെയോ അല്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭഗവാനെയോ ആറ്റുകാലമ്മയെയോ ധിക്കരിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ശിവൻകുട്ടി അതിന് ന്യായീകരണമായി പറഞ്ഞത്. എന്നാൽ ശബരിമല അയ്യപ്പൻ പ്രളയകാലത്ത് കന്യ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്താതിരുന്നതിനെ തുടർന്ന് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു എന്ന് M സ്വരാജിന്റെ പ്രസ്താവനയെ കുറിച്ച് ശിവൻകുട്ടി ഓർത്തിട്ടുണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. ശബരിമല അയ്യപ്പനെ ഏറ്റവും കൂടുതൽ വികലമായി ചിത്രീകരിച്ച് M സ്വരാജ് തന്റെ പ്രസംഗത്തിലൂടെയാണ് 2018 പ്രളയകാലത്ത് കന്യ അയ്യപ്പന്മാർ എത്താതിരുന്ന സാഹചര്യത്തിൽ മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ അയ്യപ്പന്റെ ബ്രഹ്മചര്യം ഇല്ലാത്തതിനാൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നാണ് അന്ന് സ്വരാജ് പറഞ്ഞത്. ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയത്തിൽ ഏറ്റവും വലിയ മുറിവുണ്ടാക്കുന്ന പ്രസംഗമായിരുന്നു M സ്വരാജ് നടത്തിയത്. ഇത് ശിവൻകുട്ടി ഓർത്തിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഷംസൂറിന്റെ പ്രസംഗവും ഗണപതി മിത്താണ് എന്നുള്ള പ്രസംഗവും ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഗണപതി ഭഗവാനെയോ അയ്യപ്പനെയോ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടി ഓർത്തിട്ടുണ്ടാകില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവസരത്തിനൊത്ത് മലക്കം അറിയുന്ന CPM-കാരുടെ കൃത്യമായ രീതി തന്നെ ഇവിടെ ശിവൻകുട്ടിയും പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടു കൂടി കഴിഞ്ഞതെല്ലാം മറന്ന് ഇപ്പോൾ എന്താണ് തങ്ങൾക്ക് ആവശ്യം, ഈ സാഹചര്യത്തിൽ എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം M സ്വരാജിന്റെ അയ്യപ്പന്റെ കല്യാണത്തെക്കുറിച്ചുള്ള വിഷയങ്ങളും സ്പീക്കറുടെ ഗണപതി മിത്താണ്, പ്ലാസ്റ്റിക് സർജറിയാണ് എന്നുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ശിവൻകുട്ടി മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ഇറങ്ങിയ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് ഏതാണ്ട് 4 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് CPM-ന്റെ ഉറക്കം കെടുത്തുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് ഉണ്ടാക്കിയ ഒരു നഷ്ടം വരും തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് ഉണ്ടാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാട്ട് അന്തരീക്ഷത്തിൽ ഉയരുകയാണെങ്കിൽ CPM തറപറ്റും എന്ന് കണ്ടറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ പാട്ടിനെ ഇവർ നിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ
കേരളത്തിലെ ആബാല വൃദ്ധജനങ്ങളും പറയുന്നത്. എന്തായാലും ശിവൻകുട്ടി ഞങ്ങൾ അയ്യപ്പനെയോ ഗണപതിയെയോ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിലിപ്പോ അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. അതാണല്ലോ ഈ നമ്മുടെ സിനിമാ ഫെസ്റ്റിവലിൽ കേന്ദ്രം നിരോധിക്കപ്പെട്ട സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് തീരുമാനിച്ചു. ഞങ്ങളുടെ നയം അത് തന്നെയാണ്, നിലപാട് അത് തന്നെയാണ്. ഇപ്പോൾ മിമിക്രി ഉണ്ട് നമ്മുടെ നാട്ടിൽ, വളരെ പ്രത്യക്ഷമാണ്. മിമിക്രി ആർട്ടിസ്റ്റുകൾ പലരും ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളാണ്. അവരെ എല്ലാവരെയും പിന്നെ തമാശയാക്കുകയും കളിയാക്കുകയും ചെയ്തുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടാവാറില്ല. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തന്നെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ ഭയപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അതാണ് എനിക്ക് ആ സമയത്ത് സൂചിപ്പിക്കാൻ. അതാണ് ഞങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇടതുപക്ഷം സമാന രീതിയിലുള്ള പാട്ടുകൾ ചെയ്തിരുന്നു. തങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം? ഇടതുപക്ഷമൊന്നും പിന്നെ ശബരിമല ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയെന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്യുന്നു. അല്ല, അത് പരാതി കൊടുത്ത് വിശ്വാസികൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അത് അതിന്റെ മുറയ്ക്ക്